ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ 2 ആഴ്ച മുമ്പ് വിശ്വാസം എന്ന വിഷയം ആരംഭിച്ചു. ഇന്നും അത് തന്നെയാണ് തുടരാൻ പോകുന്നത്. നമ്മൾ കണ്ട കാര്യങ്ങളൊന്നും നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്താൻ, കാരണം 2 ആഴ്ചയായി. നമ്മളെന്താ കണ്ടത്? എന്താണ് വിശ്വാസം? ദൈവവചനം പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലേലും അനുഭവിച്ചറിഞ്ഞിട്ടില്ലേലും ഭാവി സംഭവിക്കുന്ന ഒരു കാര്യമാണേലും ദൈവം പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ആ വെളിപ്പാടിൽ ഉറപ്പും നിശ്ചയത്തോടെയും ഇരിക്കുന്നതിനെയാണ് വിശുദ്ധ വേദപുസ്തകം വിശ്വാസം എന്ന് പറയുന്നത്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടതും അനുഭവിച്ച കാര്യമല്ല, ഇനി നടക്കാനായിട്ടിരിക്കുന്ന കാര്യം. പക്ഷേ ദൈവം എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ അതിൽ ഉറപ്പും നിശ്ചയവും വെച്ച് പുലർത്തുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. പൊതുവേ നമ്മൾ ദൈവത്തിങ്കലുള്ള വിശ്വാസം എന്താണെന്ന് കണ്ടു, അല്ലേ? ദൈവത്തിൽ ആശ്രയം വെക്കുന്നതിനെയാണ്, അല്ലേ? അവൻ്റെ വെളിപ്പാടിൻ്റെ വെളിച്ചത്തിൽ ദൈവം എന്നോട് പറഞ്ഞത് നിമിത്തം ഈ ഉറപ്പും നിശ്ചയം എന്തായിട്ട് പരിണമിക്കണം? ആശ്രയമായിട്ട് പരിണമിക്കണം. അതാണ് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വിശ്വാസം എന്ന് പറഞ്ഞാൽ വേദപുസ്തകം ഉദ്ദേശിക്കുന്നത്. പിന്നെ സുവിശേഷത്തിൽ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു കടന്നു വന്നു കഴിഞ്ഞ് രക്ഷ വിശ്വാസത്താലാണെന്ന് പറയുമ്പോൾ ഈ ഉറപ്പും നിശ്ചയവും എന്തായിട്ട് മാറണം? നമ്മൾ കണ്ടു, യേശുക്രിസ്തുവിനെ എന്തായിട്ട് പറയണം? എൻ്റെ കർത്താവായിട്ടും എൻ്റെ രക്ഷകനായിട്ടും ഞാൻ ഏറ്റുപറയണം. എൻ്റെ ഹൃദയം കൊണ്ട് ഏറ്റുപറഞ്ഞ് നാവ് കൊണ്ട് അവനെ വിളിച്ചപേക്ഷിച്ച് അവനിൽ ആശ്രയിക്കണം. അങ്ങനെ യേശുക്രിസ്തുവിങ്കലുള്ള വിശ്വാസവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. അപ്പോൾ ദൈവവചനത്തിലുള്ള നമ്മുടെ നിശ്ചയവും ഉറപ്പും നിമിത്തം ദൈവം എന്ന് പറയുന്ന വ്യക്തിയിൽ നമ്മൾ ആശ്രയിക്കുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. രക്ഷയുടെ വിഷയത്തിൽ അത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വിശ്വാസം, ശരിയായ വിശ്വാസം, അതാണ് അവിടെ നിർവ്യാജ വിശ്വാസവും. നിങ്ങളുടെ ഹാൻഡ് ഔട്ടിലെ ടൈറ്റിൽ തലക്കെട്ട് നിങ്ങൾ കാണാം, നിർവ്യാജം എന്ന് പറഞ്ഞാൽ വ്യാജമല്ലാത്ത വിശ്വാസം, ശരിയായ വിശ്വാസം. യഥാർത്ഥ വിശ്വാസത്തിൻ്റെ 4 സവിശേഷതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ലക്ഷണങ്ങൾ. ശരിയായ വിശ്വാസമാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതിൻ്റെ 4 സവിശേഷതകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായിട്ട്, വിശ്വാസം വ്യക്തിപരമായിരിക്കണം. വ്യക്തിപരമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? വിശ്വാസം വെറുതെ ബുദ്ധിയിൽ നമ്മൾ കുറേ അറിവ് സമ്പാദിക്കുന്നതിന് വിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ഒരു ദൈവ വിശ്വാസിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിരീശ്വരവാദി അല്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വാസമായില്ല. ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരുവചനത്തിൽ വിശ്വാസമാകത്തില്ല. ഒന്നാമത്തെ വാക്യം നോക്കിക്കേ, യാക്കോബ് 2:19. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്നു, കൊള്ളാം. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ വിശ്വാസം എന്തിൻ്റെ വിശ്വാസമേ ആയുള്ളൂ? പിശാചിൻ്റെ വിശ്വാസമേ ആയുള്ളൂ. പിശാചിനും ആ വിശ്വാസമുണ്ട്. ആ വിശ്വാസം കൊണ്ട് പിശാചിന് എന്തെങ്കിലും ഗുണമുണ്ടോ? പിശാചിൽ നിന്ന് മാറുന്നുണ്ടോ? അവന് രൂപാന്തരം വരുന്നുണ്ടോ? അവന് സ്വഭാവശുദ്ധി കടന്നു വരുന്നുണ്ടോ? അവൻ പിശാചായിട്ട് തന്നെ തുടരുകയാണ്. പക്ഷെ അവൻ്റെ വിശ്വാസം എന്താണ്? ദൈവമുണ്ട്. പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. യാക്കോബ് ഇവിടെ പറയുന്നത് ഈ വിശ്വാസം പോരാ. വെറുതെ ഒരു ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിക്കുന്നതല്ലാതെ വ്യക്തിപരമായ വിശ്വാസമാകണം. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വാക്യം കണ്ടായിരുന്നു, എബ്രായർ 11:6. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന വാക്യം നോക്കിക്കേ, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ഇതുപോലെ ദൈവവചനത്തിൽ ഉറപ്പും നിശ്ചയവും വെച്ച് പുലർത്തി ദൈവത്തിൽ ആശ്രയിക്കാത്ത വ്യക്തികൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നില്ല, പ്രസാദിക്കുന്നില്ല. ഇനി വിശ്വാസം ഉണ്ടെങ്കിൽ എന്തോ വേണം? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും. അപ്പോൾ ആദ്യത്തെ ആ ദൈവമുണ്ട്, അതാണ് പിശാചിൻ്റെ വിശ്വാസം. അത് മാത്രമേ ഉള്ളെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ അത് മാത്രമല്ല, ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ്റെ വചനപ്രകാരം അവൻ പ്രതിഫലമരുളും എന്ന് പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ അതിന് അനന്തര ഫലങ്ങളുണ്ടെന്നോ ഉറപ്പായിട്ട് വിശ്വസിക്കണം. ദൈവത്തെ ഞാൻ അവൻ്റെ വചനപ്രകാരം വിശ്വസിക്കുമ്പോൾ ആ വചനപ്രകാരം എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കും. ഇപ്പം നമ്മൾ രക്ഷയ്ക്കായിട്ട് യേശുക്രിസ്തുവിൽ ആശ്രയം വെക്കുമ്പോൾ ആ രക്ഷ കടന്നു വരും. രക്ഷ എന്ന പ്രതിഫലം
യേശു നമുക്ക് നൽകുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുമ്പോഴാണ് അതെന്താകുന്നത്? ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസമാകുന്നത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? അല്ലാതെ ഒരു ദൈവം ഉണ്ടെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, വ്യക്തിപരമായിട്ട് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം എനിക്ക് പ്രതിഫലം നൽകും. എൻ്റെ വിശ്വാസമായിട്ടത് മാറണം. അല്ലാതെ ബുദ്ധിയിൽ ഇപ്പം നമ്മൾ ഈ ബുധനാഴ്ച തോറും പഠിക്കുന്ന ഉപദേശ സത്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് എൻ്റെ വിശ്വാസമാകണം. അല്ലേ? ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ എനിക്ക് ദൈവം പ്രതിഫലം നൽകുമെന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യം എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം അടുത്ത വാക്യം നോക്കിയാൽ 2:20 അപ്പോസ്തലനായ പൗലോസ് തൻ്റെ വ്യക്തിപരമായ വിശ്വാസം പറയുക. അല്ലേ? ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നതു ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു. അടുത്ത സെൻറ്റൻസ് നോക്കിക്കേ, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നു. ഇന്ന് ഞാൻ ക്രിസ്ത്യാനിയായിട്ട്, ഇന്ന് ഞാൻ വിശ്വാസിയായിട്ട് ജീവിക്കുന്നത് എങ്ങനെയാ? എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ എത്രയേ ജീവിക്കുന്നു. ഇന്ന് ഞാൻ എങ്ങനെ ജീവിക്കുന്നത്? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ. എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിക്കുന്നു. കണ്ടോ, അവിടെ എല്ലാം ഞാൻ, എനിക്ക്, അല്ലേ? എല്ലാം വ്യക്തിപരമായിട്ടല്ലേ, അല്ലാതെ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിന് വേണ്ടി മരിച്ച യേശു ക്രിസ്തു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വേണ്ടി മരിച്ചു. കണ്ടോ, അപ്പോഴാണ് അതെന്തായത്? വ്യക്തിപരമായ വിശ്വാസമാകുന്നത്. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. 1 പത്രോസ് 1:8-9. അവനെ, അതായത് യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്ത്യമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. കണ്ടോ, ഇത് വെറും ബുദ്ധിപരമായ വിശ്വാസമല്ല. കുറേ എന്തൊക്കെയോ ബുധനാഴ്ച വന്ന് ആരാണ്ടൊക്കെയോ എന്തൊക്കെയോ പഠിപ്പിച്ചു എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുകയും വിശ്വസിക്കുക. 8ാമത്തെ വാക്യം കണ്ടോ, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിക്കുന്നു. കണ്ടേ, നമ്മൾ ആരും യേശുവിനെ കണ്ടിട്ടില്ല. കാണാതെ അവനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. അപ്പോൾ കണ്ട ഒരു ബന്ധമാണത്. വ്യക്തിപരമായ ഒരു ബന്ധം വേണം ഈ ദൈവമായിട്ട്. അല്ലാതെ എന്തോ കേട്ടു, ആരാണ്ടൊക്കെ എന്തോ പറഞ്ഞു, അങ്ങനെ ബുദ്ധിപരമായ എന്തോ ഒരു ഊഹാപോഹങ്ങളുടെ പുറത്തുള്ള വിശ്വാസമല്ല. ഈ വ്യക്തിയെ അറിയാം, വചനത്തിലൂടെ, പരിശുദ്ധാത്മാവിലൂടെ, ആത്മാവിലൂടെ അറിഞ്ഞിട്ട് അവനെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണം. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, നിങ്ങൾ പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. കണ്ടോ, വിശ്വാസ നിമിത്തം എന്തുണ്ട്? പറഞ്ഞു തീരാത്ത സന്തോഷമുണ്ടെന്ന്. നിങ്ങൾക്കൊക്കെ ഉണ്ടോ അത്? യേശു ക്രിസ്തു വിശ്വസിക്കുന്നത് നിമിത്തം പറഞ്ഞു തീരാത്ത സന്തോഷമുണ്ടോ? മഹിമയുള്ള സന്തോഷമുണ്ടോ? ശരിയായ വിശ്വാസം, വ്യക്തിപരമായ വിശ്വാസമാണെങ്കിൽ പറഞ്ഞു തീരാത്ത സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ കാണും. അതാണ് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിലുള്ളൊരു തെളിവ് അതായിരിക്കും. ഏത് സാഹചര്യത്തിലും പറഞ്ഞു തീരാത്ത സന്തോഷമുണ്ട്, പറഞ്ഞു തീരാൻ പറ്റാത്ത സന്തോഷം. അതാണ് ആ സന്തോഷം. കാരണം ദൈവത്തെ വ്യക്തിപരമായി രുചിച്ചറിയാൻ പറ്റുന്നു. ഇത്ര വലിയ സ്നേഹമുള്ള, പരിപൂർണ സ്നേഹമായ ദൈവത്തെ രുചിച്ചറിയുന്നു. അപ്പോൾ പിന്നെ സന്തോഷം വരാതിരിക്കൂ? പരിപൂർണ സ്നേഹം, അവനെ ഞാൻ രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ എനിക്കെന്തുണ്ടാകും? പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കും. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്, വിശ്വാസം എന്ന് പറയുന്നത് ബുദ്ധിയിൽ കുറേ അറിവ് സമ്പാദിക്കുന്നതല്ല, തലയാട്ടുന്നതല്ല, ഏതെങ്കിലും മീറ്റിങ്ങിന് ചുമ്മാ വന്നിരിക്കുന്നതല്ല. വ്യക്തിപരമായ ബന്ധമാണ്, വ്യക്തിപരമായിട്ട് കർത്താവിലുള്ള ആശ്രയമാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ സവിശേഷതയിലേക്ക് കടക്കാം. വിശ്വാസം വസ്തുനിഷ്ഠമാണ്. വസ്തുനിഷ്ഠമായ വിശ്വാസം. എന്താ ഈ വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വസ്തുനിഷ്ഠം എന്ന് പറഞ്ഞാൽ വസ്തുതകളിൽ ആധാരമായിട്ടുള്ള വിശ്വാസം, അല്ലേ? എന്താ ഈ വസ്തുത എന്ന് പറഞ്ഞാൽ അറിയാം? വസ്തുത, ഇംഗ്ലീഷ് ഫാക്ട്സ് എന്ന് പറയും. വസ്തുത അതായത് വാസ്തവം, അല്ലേ? വാസ്തവത്തിൽ, അതായത് സത്യാവസ്ഥകളിൽ, യാഥാർത്ഥ്യങ്ങൾ
ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റ് വാക്കുകൾ, പര്യായങ്ങൾ. അങ്ങനെ വസ്തുതകളും യാഥാർത്ഥ്യങ്ങളിലുമൊക്കെ ആധാരമായിട്ടുള്ള വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പികമായ കാര്യങ്ങളിലും എന്തെങ്കിലും ഒരു ഐതിഹ്യത്തിലോ കെട്ടുകഥകളിലോ മതപരമായ എന്തെങ്കിലും ഒരു കാൽപ്പനികമായ ഒരു വിഷയത്തിലും ഉള്ള വിശ്വാസമല്ല പുതിയ നിയമത്തിലെ വിശ്വാസം. ബൈബിളിൽ ഒരിടത്തും അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾ ചുമ്മാ അങ്ങ് അന്ധവിശ്വാസമായിട്ട് വിശ്വസിച്ചു, ഇതിന് ഒരു വസ്തുതയും യാഥാർത്ഥ്യവും ഒന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല, ചുമ്മാ അങ്ങ് വിശ്വസിച്ചോ എന്ന് പറയുന്ന വിശ്വാസം ബൈബിളിലില്ല. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ്? ചരിത്രപരമായിട്ട് സത്യമാണ്. ചരിത്രപരമായ സത്യം. ഇപ്പോൾ ഗാന്ധിജി ജീവിച്ചിരുന്നോ? എല്ലാവർക്കും ഗാന്ധിജി അറിയാമല്ലോ. ഗാന്ധിജി ജീവിച്ചിരുന്ന ഒരാളാണോ? അതോ ചുമ്മാ സാങ്കല്പികമായ ഒരു കഥാപാത്രമാണോ? ജീവിച്ചിരുന്ന ഒരാളാണ്, ചരിത്രത്തിലുണ്ടായിരുന്നു. യേശു ക്രിസ്തുവോ? ചുമ്മാ ക്രിസ്ത്യാനികളുടെ ഏതോ ഒരു ദൈവം സങ്കല്പം, അതോ ചരിത്രത്തിലുണ്ടായിരുന്ന ആളാണോ? ചരിത്രപരമായ സത്യമാണ്. ഈ ചരിത്രത്തിൽ സംഭവിച്ചതും ചരിത്രത്തിൽ പ്രവർത്തിച്ചതും ചരിത്രത്തിൽ ദൈവം പറഞ്ഞത് മാത്രമേ ഉള്ളൂ ബൈബിളിൽ. അല്ലാതെ ചുമ്മാ മതത്തിന് വേണ്ടിയിട്ടുള്ള കെട്ടുകഥകൾ ബൈബിളിലില്ല. അത് 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത വാക്യം നോക്കിക്കേ, 1 കൊരിന്ത്യർ 15 അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങളാണ്. ശ്രദ്ധിച്ച് കേൾക്കണം, എങ്കിലേ മനസ്സിലാകത്തുള്ളൂ. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ, അപ്പോൾ അവിടെ കൊരിന്ത്യ സഭയിൽ ഒരു കുഴപ്പം, ഒരു ആശയക്കുഴപ്പം വന്നിരിക്കുകയാണ്. ചിലർ വന്ന് പറഞ്ഞു ഇനി അങ്ങനെ ഉയർപ്പൊന്നുമില്ല, ഇത് തന്നെ തീർന്നു. അപ്പോൾ അതുകൊണ്ട് പറയണം, അങ്ങനെ ഉയർപ്പില്ലെങ്കിൽ, മരണത്തിന് ശേഷം ഒരു പുനരുത്ഥാനം ഇല്ലെങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അല്ലേ? നമ്മുടെ സുവിശേഷം എന്താണ്? യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ ഒരു ഉയർത്തെഴുന്നേറ്റെന്നൊരു സംഭവമേ ഇല്ലെങ്കിൽ പിന്നെ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അപ്പോൾ എന്താ കുഴപ്പം? കുഴപ്പമാണ് 14-ാമത്തെ വാക്യം. അങ്ങനെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം, ഞങ്ങൾ ഈ അപ്പോസ്തലന്മാർ നിങ്ങളടുത്ത് വന്ന് പ്രസംഗിച്ച സുവിശേഷം വ്യർത്ഥം, ഒരർത്ഥവും ഇല്ലാത്തതാ. മാത്രമല്ല നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. ചുമ്മാ സാങ്കല്പികമായ ഒരു കാര്യം അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അല്ലേ? മരിച്ചവർ ഉയർക്കുന്നില്ല, 15-ാമത്തെ വാക്യം. മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചുവെന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് പറയും. ഞങ്ങൾ പണ്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നത് എന്തുവാ? കർത്താവിനെ ദൈവം അതാ അല്ലറേന്ന് ഉയർത്തി എന്നാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സുവിശേഷം. അങ്ങനെ ഒന്ന് ചരിത്രത്തിൽ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ പ്രസംഗിച്ചത് കള്ളമായി പോയി. ഞങ്ങൾ ദൈവത്തെക്കുറിച്ച് കള്ളസാക്ഷ്യം പറഞ്ഞു. എന്ന് മാത്രമല്ല, അടുത്ത വാക്യം 16-ാം വാക്യം, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തിട്ടില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെങ്കിൽ വിശ്വാസം വ്യർത്ഥം. അയ്യോ, എനിക്ക് എന്നാലും നല്ല സുഖമൊക്കെ കിട്ടുന്നുണ്ട് ഈ വിശ്വാസം കാരണം. അങ്ങനത്തെ അന്ധവിശ്വാസം ബൈബിൾ വെച്ച് പൊറുപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് എത്ര ആത്മീയ അനുഗ്രഹം ഉണ്ടാക്കുന്നെന്ന് പറഞ്ഞാലും സുഖം തരുന്നെന്ന് പറഞ്ഞാലും എന്തെല്ലാം പറഞ്ഞാലും ചരിത്രത്തിൽ സംഭവിക്കാത്തൊരു കാര്യം വസ്തുതകളിൽ അധിഷ്ഠിതമായുള്ള വിശ്വാസമല്ലെങ്കിൽ അത് ശരിയായ വിശ്വാസം അല്ലെന്നാണ് അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത്. കണ്ടോ? ഇത് നടന്നൊരു കാര്യമായിരിക്കണം, അല്ലേ അത് കൊള്ളത്തില്ല. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പ് സംഭവിച്ചിട്ടില്ലെങ്കിൽ ക്രിസ്തു മരിച്ചങ്ങ് പോയി, അത്രയേ ഉള്ളൂ. ആരാണ്ടോ എന്നോ മരിച്ചെന്ന്. മരണമെന്ന പ്രതിഫലം അവൻ പൂർണ്ണമായിട്ട് കൊടുത്തു തീർത്തിട്ടില്ല. നിങ്ങൾ ഇന്നും പാപത്തിൽ ഇരിക്കുന്നു. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടൊന്നുമില്ല. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും, അതായത് ക്രിസ്ത്യാനിയായി മരിച്ചവരും നശിച്ചുപോയി. അപ്പോൾ പിന്നെ നമ്മൾ ആരായി? സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇതുപോലൊരു മണ്ടന്മാർ വേറെ ഇല്ലെന്നാണ് പറഞ്ഞു വരുന്നത്. കണ്ടോ? അപ്പോൾ ബൈബിള് നമ്മളെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചതിക്കാൻ നോക്കുന്ന ഒരു പുസ്തകമല്ല, അല്ലേ? എന്തെങ്കിലുമൊക്കെ കുറേ മതപരമായ സങ്കല്പമൊക്കെ പറഞ്ഞ്, കുറേ ഐതിഹ്യമൊക്കെ പറഞ്ഞ്, അല്ലേ? ഇത് നമ്മുടെ ചുറ്റുമുള്ള മതങ്ങളെല്ലാം അങ്ങനല്ലേ? എന്നാൽ ഇതങ്ങനല്ല. സുവിശേഷം അതല്ല. ചരിത്രത്തിൽ സംഭവിച്ചത് നിങ്ങൾ വിശ്വസിച്ചാൽ മതി. അങ്ങനെ ഒരു സാധനം നടന്നിട്ടില്ലെങ്കിൽ, ആരെങ്കിലും ഉണ്ടാക്കി പറയുകയാണെങ്കിൽ അത് വിശ്വസിക്കരുത്. കണ്ടോ? അതാണ് സുവിശേഷത്തിൻ്റെ പ്രത്യേകത. അടുത്ത കൊടുത്തിരിക്കുന്ന വാക്യം 2 പത്രോസ് 1:16 നോക്കിയേ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് നോക്കിയേ. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, കെട്ടുകഥകളെ പ്രമാണിച്ചിട്ടല്ല.
കെട്ടുകഥകളൊന്നും ഞങ്ങളാരും പ്രസംഗിക്കുന്നില്ല. ഈ സുവിശേഷം കെട്ടുകഥയല്ല, ചരിത്രത്തിൽ സംഭവിച്ച കാര്യമാണ്. അല്ലാതെ ക്രിസ്ത്യാനികളുടെ മതപരമായ കുറേ സങ്കല്പങ്ങളല്ല. ഇത് ചരിത്രത്തിൽ സൃഷ്ടാവാൻ ദൈവം ചെയ്ത വസ്തുത. അതുകൊണ്ടാണ് ഇത് എല്ലാവരോടും പ്രസംഗിക്കുന്നത്. ഇതൊരു മതമേ അല്ല, ഇത് ദൈവം ജനത്തിന് വേണ്ടി ചെയ്ത കാര്യമാണ്. കെട്ടുകഥകളല്ല. അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഞങ്ങൾ ദൃക്സാക്ഷികളാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട് ദൃക്സാക്ഷികളാണ്. അല്ലേ, നമ്മൾ കോടതിയിൽ പോകുമ്പോൾ അറിയാലോ, ഒരു കേസ് നടക്കുമ്പോൾ ദൃക്സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യം കണ്ട ആള്, അല്ലേ? എന്ന് പറഞ്ഞാൽ യേശുവിനെ കണ്ടിട്ട്, യേശുവിൻ്റെ എല്ലാ വസ്തുതയും അറിഞ്ഞിട്ട് ഞങ്ങൾ പറയുകയാണ്. അല്ലാതെ ഞങ്ങളൊരു റൂമിൽ കയറി ഇരുന്നിട്ട് ഒരു മതം ഉണ്ടാക്കാം, കുറേ അതിന് വേണ്ടിയിട്ടുള്ള കുറേ ആശയങ്ങളൊക്കെ ഉണ്ടാക്കാം. അല്ലെ, ഇന്ന് ഒരുപാട് അങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട്. ഏതോ ഒരുത്തൻ ഒരു റൂമിൽ ഇരുന്നപ്പോൾ അവന് ഏതോ ഒരുത്തൻ വെളിപ്പാട് കൊടുത്തു, അല്ലേ? അങ്ങനത്തെ ഒരുപാട് ഈ കെട്ടുകഥകൾ ബേസ്ഡ് മതങ്ങളും ദുരുപദേശ സംഘങ്ങളും ഉണ്ട്. ഈ സുവിശേഷം അതിൽ പെട്ടതല്ല. എല്ലാ അപ്പോസ്തലന്മാരും വളരെ ചിട്ടയോടെ, വളരെ എന്താ പറയുക, കർശനമായിട്ട് പറയുന്നൊരു കാര്യമാണ്, ഇത് കെട്ടുകഥയല്ല, ഇത് ചരിത്ര സംഭവമാണ്. അങ്ങനെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ലേ? നിങ്ങളൊക്കെ മണ്ടന്മാർ, ഇതൊക്കെ വിശ്വസിച്ച് നടക്കുന്ന നിങ്ങൾ മണ്ടന്മാരും ഞങ്ങൾ കള്ളന്മാരും പ്രസംഗിക്കുന്നവന്മാർ. കണ്ടോ, ഇത് വസ്തുനിഷ്ഠമായ ആയൊരു കാര്യമായിരിക്കും. ഞങ്ങൾ അവനെ കണ്ട ദൃക്സാക്ഷികളാണ്. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ, 1 യോഹന്നാൻ 1:1-3. ഇനി യോഹന്നാൻ, നമ്മൾ പൗലോസ് കണ്ടു, പത്രോസ് കണ്ടു, ഇനി അടുത്ത അപ്പോസ്തലൻ യോഹന്നാൻ അപ്പോസ്തലൻ എന്താ പറയുന്നത്? ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതും. കണ്ടോ, എല്ലാം ചരിത്രത്തിൽ അനുഭവിച്ചറിഞ്ഞ കാര്യങ്ങളാണ്. കണ്ടതും കേട്ടതും നോക്കിയതും കൈകൊണ്ട് തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച്, അതായത് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? സാക്ഷീകരിക്കുന്നു. അടുത്ത വാക്യം നോക്കിക്കേ, 1 യോഹന്നാൻ 1:3. അടുത്ത പേജിൽ ആദ്യം 1 യോഹന്നാൻ 1:3. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത്. കണ്ടോ, ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. ഇതെന്തിനാണ് പ്രസംഗിക്കുന്നത്? ഞങ്ങൾ കണ്ടതും കേട്ടതും വസ്തുതയുള്ളതാ, വാസ്തവമായിട്ടുള്ള ചരിത്രപരമായ സത്യമാണിത്. അല്ലാതെ ആരുടെയെങ്കിലും തോന്നലോ ഐതിഹ്യമോ സങ്കല്പമോ അല്ല. പ്രവർത്തികൾ, അടുത്ത വാക്യം നോക്കിയ പ്രവർത്തികൾ 4:19-20. അതായത് അപ്പോസ്തലന്മാർ പ്രസംഗിക്കാൻ പോയപ്പോൾ അന്നത്തെ യഹൂദന്മാർ പറഞ്ഞു, ഈ ഇവിടെ വന്ന് യേശുവിൻ്റെ പ്രസംഗം നടത്തില്ലെന്ന് പറഞ്ഞ് അവർക്ക് അടി കൊടുക്കാൻ പോവുക. അപ്പോൾ അവരുടെ മറുപടിയാണ്, അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഞങ്ങൾ ആരെ അനുസരിക്കണം? മനുഷ്യരെ അനുസരിക്കണോ ദൈവത്തെ അനുസരിക്കണോ? നിങ്ങൾ പറ. 4:20. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. കണ്ടോ, കണ്ടും കേട്ടുമിരിക്കുന്നത്. ഞങ്ങൾ ദൃക്സാക്ഷികളാണ്. ചരിത്രത്തിൽ സംഭവിച്ച സംഭവം കണ്ടവരാണ് ഞങ്ങൾ, അല്ലേ? അപ്പോൾ വിശ്വാസം പുതിയ നിയമത്തിൽ വസ്തുനിഷ്ഠമായ വിശ്വാസമാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു മതപരമായ, ക്രിസ്ത്യാനികളുടെ മതപരമായ സങ്കല്പം ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ക്രിസ്തു മതത്തിൽ താല്പര്യമുണ്ട്, അങ്ങനെ വന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അത് നിന്ന് നിർത്തണം. അതല്ല വിശ്വാസം. ചരിത്രത്തിൽ സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും ഒന്നും ജീവിച്ചിരുന്നേലും ഇത് സംഭവിച്ച കാര്യമാണ്. അല്ലാതെ എൻ്റെ ഉള്ളിൽ തോന്നിയ തോന്നലല്ല, അല്ലേ? ഇപ്പം ഞാനിത് വിശ്വസിച്ചാലും ഇത് സംഭവിച്ചു. 1947 ഓഗസ്റ്റ് 15 ഞാൻ വിശ്വസിച്ചില്ലേലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ വിശ്വസിച്ചില്ലേലും ഇതാണ് യാഥാർത്ഥ്യം. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു, ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷ സത്യങ്ങൾ. അതെല്ലാം നിങ്ങൾ വിശ്വസിച്ചില്ലേലും യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, അന്ധവിശ്വാസമല്ല. ഇതൊന്നും ഇല്ലാത്തവരാണ് ഈ അന്ധവിശ്വാസം, എന്തെങ്കിലുമൊക്കെ തോന്നൽ, ഏതെങ്കിലുമൊക്കെ ഐതിഹ്യമൊക്കെ വിശ്വസിക്കുക. അങ്ങനെ അന്ധവിശ്വാസമല്ല വിശ്വാസം. വസ്തുനിഷ്ഠമായ കാര്യമാണ്, വസ്തുതകളിൽ അധിഷ്ഠിതമാണ് പുതിയ നിയമത്തിലെ വിശ്വാസം, അല്ലെങ്കിൽ തിരുവെഴുത്തുകളിലെ വിശ്വാസം. ഇനി 3-ാമത്തെ സവിശേഷതയിലേക്ക് കടക്കാം. വ്യക്തിപരമായ വിശ്വാസം, വസ്തുനിഷ്ഠമായ വിശ്വാസം. അടുത്തത് പ്രായോഗികമായ വിശ്വാസം. എന്താ പ്രായോഗികമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ? പ്രായോഗിക ജീവിതത്തിൽ അത് വെളിപ്പെട്ട് വരും, നമ്മുടെ നടപ്പിൽ. അല്ല, വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉള്ളിലല്ല. നമ്മുടെയൊക്കെ എനിക്ക് വിശ്വാസം ഉണ്ടെന്നങ്ങ് പറഞ്ഞാൽ മാത്രം പോരാ, അതിന് തെളിവായിട്ട് എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ, എൻ്റെ നടപ്പിൽ അത് വെളിപ്പെട്ട് വരണം. അതിന് 1-2 വാക്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത യാക്കോബിൻ്റെ 2:14 മുതൽ
അതിൻ്റെ 17 വരെയുള്ള വാക്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. സഹോദരന്മാരെ, ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും, വാ കൊണ്ട് പറയുന്നുണ്ട് എനിക്ക് വലിയ വിശ്വാസമാണ്, ഞാൻ വലിയ വിശ്വാസിയാണ്, പ്രവൃത്തികളില്ലാതിരിക്കുകയും, അതായത് പ്രായോഗിക ജീവിതത്തിൽ, താൻ ദൈനംദിന ജീവിതത്തിൽ, അതായത് യോഗം കഴിഞ്ഞ് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ വിശ്വാസമൊന്നും കാണാനില്ല. ഇവിടെ ഉണ്ട് വിശ്വാസം, അല്ലെങ്കിൽ ഞായറാഴ്ച നമ്മൾ കൂടുമ്പോൾ ഉണ്ട് വിശ്വാസം, വീട്ടിൽ ഒരു വിശ്വാസവുമില്ല. പ്രായോഗിക ജീവിതത്തിൽ നിങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണ്, അത് ഒന്നുമില്ല. അതാണ് പ്രവർത്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ പ്രവർത്തികളാണ്, അല്ലാതെ നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കണ്ട നിർജീവ പ്രവർത്തികൾ ഓർമ്മയുണ്ടോ? നിർജീവ പ്രവർത്തികൾ നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. അത് ജഡത്തിൽ ആശ്രയിച്ച് എൻ്റെ സ്വന്തം നീതിയുടെ പ്രവർത്തികളാണ്. ഇത് വിശ്വാസമുള്ളത് കൊണ്ടുണ്ടാകുന്ന പ്രവർത്തികളാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റേ പ്രവൃത്തി നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. യേശു ക്രിസ്തുവിന് പകരം ഞാൻ വിശ്വസിച്ചിരുന്ന പ്രവർത്തികൾ അതല്ല. അതിനു പകരം വിശ്വസിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് രൂപാന്തരം വരുന്നതിൻ്റെ തെളിവായിട്ടുള്ള പ്രവൃത്തികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യാക്കോബ് ഒരു ചോദ്യം ചോദിക്കുകയാണ്. വിശ്വാസമുണ്ടെന്ന് ഒരുത്തൻ പറയുന്നു, പക്ഷെ അവൻ്റെ ജീവിതത്തിൽ ഒരു തെളിവുമില്ലെങ്കിൽ ആ വിശ്വാസത്താൽ അവൻ രക്ഷ പ്രാപിക്കുമോ? അപ്പോൾ യോഗത്തിനൊക്കെ വന്നിരിക്കുന്നുണ്ട്, നല്ല വിശ്വാസിയാന്ന് ആളുകൾ പറയും, ജീവിതത്തിൽ ഒരു വിശ്വാസത്തിൻ്റെ തെളിവുമില്ല. അപ്പോസ്തലൻ പറയും അങ്ങനെയുള്ള ആൾ രക്ഷിക്കപ്പെടുമോ എന്ന്. സഭയിലുള്ളവർ പറയും വിശ്വാസിയാന്ന്, പക്ഷേ കർത്താവ് മടങ്ങി വരുമ്പം നിത്യ നരകത്തിൽ പോകും. അതാണ് ഇതിൻ്റെ കുഴപ്പം. മനസ്സിലായോ? ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടു, വിശ്വാസിയാണ്, സഭയിൽ വരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, മീറ്റിങ്ങിനൊക്കെ ഇരിപ്പുണ്ട്, ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു തെളിവുമില്ല. അനുസരണത്തിൻ്റെ വിഷയം വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പ് പ്രവർത്തിച്ച പ്രവൃത്തികളൊക്കെ തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. പലതും വിട്ടേച്ച് പോകുന്നില്ല, പലതും ഇപ്പോഴും പഴയ പോലൊക്കെ തന്നെയാണ്. യേശു കർത്താവാണെന്ന് ചുമ്മാ പറയുന്നതേ ഉള്ളൂ. യേശു നമ്മുടെ യജമാനനായിട്ടില്ല ഇതുവരെ. ജീവിതത്തിൽ അങ്ങനത്തെ അനുസരണം വന്നിട്ടില്ല, അല്ലേ? അങ്ങനെയുള്ള വിശ്വാസം അവന് രക്ഷ നൽകുമോ? അതിൻ്റെ ആ ചോദ്യത്തിൽ തന്നെ അതിൻ്റെ ഉത്തരവുണ്ട്, ഇല്ല, രക്ഷ വരത്തില്ല. 15-ാം വാക്യം. ഒരു സഹോദരനോ സഹോദരിയോ നഗ്നരും അഹോവൃത്തിക്ക് വകയില്ലാത്തവരുമായി ഇരിക്കെ നിങ്ങളിൽ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിഷപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് സഹോദരങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നും കൊടുക്കുന്നില്ല, അല്ലേ? വിശ്വാസിയാണെങ്കിൽ സഹോദരന്മാരെ സ്നേഹിക്കും, അവരെ കരുതും. പക്ഷെ ഇവിടെ അതൊന്നുമില്ല, ചുമ്മാ പറച്ചിൽ മാത്രമേ ഉള്ളൂ. സഹോദര പ്രാർത്ഥിക്കാം കേട്ടോ, എല്ലാം ദൈവം കരുതിക്കോളൂ എന്ന് പറഞ്ഞ് കയ്യിലിരിക്കുന്ന ഒരു സഹായം കൊടുക്കത്തില്ലെന്ന്. അതൊരു ഉദാഹരണമായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്. വിശ്വാസം എന്ന് പറയുന്നതേ ഉള്ളൂ, പ്രവൃത്തിയിൽ തെളിഞ്ഞു വരുന്നില്ല. അപ്പോൾ എന്താ കുഴപ്പം? 17-ാമത്തെ വാക്യം. അങ്ങനെ വിശ്വാസവും പ്രവൃത്തികൾ ഇല്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. മരിച്ച വിശ്വാസം എന്നാണ് പറയുന്നത്. ജീവനുള്ള വിശ്വാസം പ്രവൃത്തികൾ ഉളവാക്കും, അല്ലേ? ഇപ്പം നമുക്കൊരു കുഞ്ഞ് ജനിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞ് അതേപോലെ തന്നെ ഇരിക്കുകയാണ്, നമ്മളെന്ന് പറയും മരിച്ച കുഞ്ഞാണ്, അല്ലേ? ജീവനുള്ള കുഞ്ഞാണെങ്കിൽ വളരും, പൊക്കം വെക്കും, കൈയൊക്കെ നീണ്ടുവരും, അല്ലേ? ബഹളം വെക്കും, എല്ലാം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ മരിച്ച വിശ്വാസം എങ്ങനെ തിരിച്ചറിയാം? പ്രവൃത്തികളൊന്നും ഉളവാക്കത്തില്ല. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരു മാറ്റവും ഇല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഈ വിശ്വാസത്തിന് ചുമ്മാ ഏതോ മീറ്റിങ്ങിന് പോകുന്നതല്ലാതെ ജീവിതത്തിൽ ഒരു രൂപാന്തരവും ഈ വിശ്വാസം കൊണ്ടുവരുന്നില്ല. അതുകൊണ്ട് തന്നെ 26-ാമത്തെ വാക്യം, അതേ അധ്യായം, യാക്കോബ് പിന്നെയും പറയാണ്, ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നത് പോലെ, അല്ലേ? ആത്മാവ് ശരീരം വിട്ടു പോകുമ്പോഴാണ് നമ്മളെന്ന് പറയുന്നത് മൃതദേഹം എന്ന് പറയുന്നത്, അല്ലേ? ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മൃതദേഹം വെച്ചിരിക്കും. എന്താണ് അത്? ആത്മാവ് ശരീരം വിട്ടുപോയി എന്ന് പറഞ്ഞതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു, മരിച്ച വിശ്വാസമാകുന്നു. അപ്പോൾ എന്തു വേണം? പ്രായോഗികമായതായിരിക്കണം ശരിയായ വിശ്വാസം. നിങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രവൃത്തികൾ ഉളവാക്കണം. അങ്ങനെ ഉളവാക്കുന്നില്ലെങ്കിൽ അത് ശരിയായ വിശ്വാസമല്ല, പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്ന വിശ്വാസമല്ല. ഇനി യാക്കോബിൻ്റെ 1:25 മുതൽ 27, ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പ്രസംഗിച്ച വേദഭാഗമാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഈ പ്രവൃത്തികൾ, അല്ലേ? അന്ന് വന്നവർക്കറിയാം എന്താണെന്നുള്ളത്. എന്നാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം.
അവിടെ പറഞ്ഞിരിക്കുകയാണ്, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ സുവിശേഷമാണ്, അല്ലാതെ പഴയ നിയമത്തിലെ ന്യായപ്രമാണമല്ല. അത് നുകമെന്നാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ വിളിച്ചിരിക്കുന്നത്. ഇത് സ്വാതന്ത്ര്യം നൽകുന്ന തികഞ്ഞ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലെ സുവിശേഷത്തെക്കുറിച്ചാണ്. ദൈവവചനം എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ഉറ്റുനോക്കി അതിൽ നിലനിൽക്കുന്നവൻ കേട്ടുമറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനായി താൻ ചെയ്യുന്നതിൽ ഭാഗ്യവാനാകും. അന്ന് പ്രസംഗം കേട്ടവർക്കറിയാം, വചനം ചുമ്മാ കേട്ടിട്ട് കാര്യമില്ല, വചനം മറന്നു കളഞ്ഞിട്ട് കാര്യമില്ല, വചനം കേട്ടതിൽ നിലനിൽക്കണം. ഒരു കണ്ണാടിയിൽ ഒരാൾ നോക്കിയിട്ട് മറന്നു പോകരുത് എന്ന് പറഞ്ഞതുപോലെ വചനം ഉറ്റുനോക്കി അതിൽ നിലനിൽക്കണം. അതെങ്ങനെ നിലനിൽക്കുന്നേ? അവൻ കേട്ടുമറക്കുന്നവനല്ല, പ്രവൃത്തി ചെയ്യുന്നവനാ. ഈ കേൾക്കുന്നതൊക്കെ വീട്ടിൽ പോയി പ്രവർത്തിക്കും, അല്ലേ? കേൾക്കുന്നതൊക്കെ പോയി വീട്ടിൽ പ്രവർത്തിക്കുന്നവനായിരിക്കണം, അല്ലാതെ ചുമ്മാ കേട്ടിട്ട് അങ്ങ് മറന്നു പോകുന്നതല്ല. പലപ്പോഴും ക്രിസ്ത്യാനികളുടെ കുഴപ്പം അതാണ്. മീറ്റിങ്ങുകൾക്കെല്ലാം വന്നിരുന്ന് പ്രസംഗമൊക്കെ കേൾക്കും, കേട്ട് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഇല്ല, അതെല്ലാം കേട്ടു മറന്നതല്ല, പ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. 26ഉം 27ഉം വാക്യങ്ങളിൽ 3 അങ്ങനത്തെ പ്രവൃത്തികൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? ഒന്നാമത്തേത് നാവിന് കടിഞ്ഞാണിടും എന്ന് പറഞ്ഞാൽ, വിശ്വാസം വന്നു കഴിഞ്ഞ ശേഷം നിങ്ങളുടെ സംസാരത്തിന് മാറ്റം വന്നോ? വിശ്വാസിയായെന്ന് പറഞ്ഞതിന് ശേഷം വീട്ടിലെ നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ രക്ഷിക്കപ്പെടാത്ത മറ്റു ബന്ധുക്കളെ വിളിച്ച് ഒന്ന് ഫോൺ വിളിച്ച് ചോദിക്കട്ടെ, ഈ വ്യക്തി രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് സംസാരമൊക്കെ മാറിയോ? എത്ര വിശ്വാസം? എല്ലാവർക്കും പേടിയായി അപ്പം തന്നെ, അല്ലേ? നാവിന് കടിഞ്ഞാണിടുന്നതാണ് ശരിയായ വിശ്വാസം. രണ്ടാമതായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് അനാഥരെയും വിധവമാരെയും, നേരത്തെ പറഞ്ഞതുപോലെ പ്രയാസത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ സ്നേഹിക്കുന്ന സഹോദര സ്നേഹമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് 27-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, യാക്കോബ് 1:27, ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതാകുന്നു, അല്ലേ? അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ പ്രവർത്തികൾ 3 ഉണ്ടല്ലേ? ഒന്ന് സഹോദര സ്നേഹം, അല്ലേ? മറ്റുള്ളവരോടുള്ള നമ്മുടെ സ്നേഹം. 2 വിശുദ്ധി, ലോകത്തിൻ്റെ കളങ്കത്തിൽ നിന്നുള്ള രക്ഷ. മൂന്നാമതായിട്ട് താഴ്മ, പ്രത്യേകിച്ച് നമ്മുടെ നാവിൻ്റെ വിഷയത്തിൽ നാവിനെ കടിഞ്ഞാണിടുന്നുണ്ടോ, അല്ലേ? അത് യാക്കോബിൻ്റെ ലേഖനം നമ്മൾ ഇനി കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. നാവിന് കടിഞ്ഞാണിടുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് കീഴ്പ്പെടുന്നതിൻ്റെ ഒരു അടയാളമായിട്ടാണ് യാക്കോബ് 3-ാം അധ്യായത്തിൽ അത് പഠിപ്പിക്കുന്നത്. അപ്പോൾ 3 പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. സ്നേഹം, വിശുദ്ധി, താഴ്മ, ഇതൊക്കെ ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ? എങ്കിലേ പ്രായോഗിക തലത്തിൽ വെളിപ്പെട്ട വിശ്വാസമായുള്ളൂ. ഇല്ലെങ്കിൽ എന്താ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആത്മാവ് ശരീരം വിട്ടു പോയി കഴിഞ്ഞാൽ ശരീരം മരിച്ചതെന്ന് പറഞ്ഞതുപോലെ പ്രവൃത്തികളില്ലാത്ത വിശ്വാസം മരിച്ച വിശ്വാസമാണ്. അപ്പോൾ ഇതൊന്നും, ഈ മേഖലയിലൊന്നും ഒരു വ്യത്യാസവും ഇന്നേ വരെ നിങ്ങളുടെ വിശ്വാസം ഉളവാക്കിയിട്ടില്ലെങ്കിൽ അത് മരിച്ച വിശ്വാസമാണ്. അത് ബുദ്ധിയിൽ എന്തൊക്കെയോ കേട്ട് മനസ്സിലാക്കി വെച്ചിരിക്കുകയാണ്. അല്ലാതെ വ്യക്തിപരമായിട്ട് വസ്തുനിഷ്ഠമായിട്ട് പ്രായോഗിക തലത്തിൽ വെളിപ്പെട്ട് വരുന്ന ശരിയായ വിശ്വാസമല്ല, അത് വ്യാജ വിശ്വാസമാണ്. അപ്പോൾ അങ്ങനത്തെ വിശ്വാസം വല്ലതും ഉണ്ടെങ്കിൽ അത് തള്ളിക്കളഞ്ഞേച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കണം, എനിക്ക് ഈ പ്രായോഗിക തലത്തിൽ പ്രവൃത്തികൾ ഉളവാക്കുന്ന ശരിയായ നിർവ്യാജ വിശ്വാസം ദൈവമായ കർത്താവെ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കണം. ശരി, ഇനി അടുത്തത് അവസാനത്തെ 4-ാമത്തെ സവിശേഷം നമുക്ക് നോക്കാം. അത് എന്ന് പറയുന്നത് വിശ്വാസം തുടർമാനമാണ്. തുടർമാനമായ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പം 5-ാം പനിക്കുമൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുള്ളൂ. പോളിയോ ഇഞ്ചക്ഷൻ എടുക്കും കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ. അത് ജീവിതത്തിൽ ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ എല്ലാ വർഷം പോയി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലേ? ആദ്യം 5 വയസ്സിനകത്ത് കണ്ട് എടുത്താൽ മതി. എന്നാൽ വിശ്വാസം അങ്ങനെയല്ല കേട്ടോ. പണ്ടൊരിക്കൽ 60 വർഷം മുമ്പ് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വാസം തുടർമാനമായ വിശ്വാസമാണ്. എന്നും വിശ്വസിക്കണം ദൈവത്തിൽ. തുടർമാനം, എൻ്റെ അന്ത്യം വരെയും ഞാൻ വിശ്വസിക്കണം. വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എബ്രായ ലേഖനത്തിൽ നിന്നാണ് ഒരു ബഹുഭൂരിപക്ഷം വാക്യങ്ങളും. ഞാനത് എല്ലാം അടുപ്പിച്ചങ്ങ് വായിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാവരും കണ്ടോ? എബ്രായർ 3:6 എല്ലാവരും കണ്ടോ? എബ്രായർ 3:6 മുതൽ വായിക്കുകയാണ്. പ്രത്യാശയുടെ ധൈര്യവും പ്രശംസയും നാം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം തന്നെ ക്രിസ്തുവിൻ്റെ ഭവനമാകുന്നു.
അപ്പോൾ അവസാനത്തോളം പിടിച്ചില്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭവനമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് കിടന്നു. ക്രിസ്തുവിൻ്റെ ഭവനം അല്ല, ശരിക്കും രക്ഷിക്കപ്പെട്ടവരല്ല എന്ന് അവിടെ പറഞ്ഞു. അവസാനത്തോളം പ്രത്യാശ, രക്ഷയുടെ പ്രത്യാശ മുറുകെ പിടിക്കണം. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ എനിക്ക് രക്ഷ കിട്ടുമെന്നുള്ള ആ പ്രത്യാശ അന്ത്യത്തോളം ഞാൻ മുറുകെ പിടിക്കണം, എങ്കിലേ രക്ഷ കടന്നു വരുള്ളൂ. എബ്രായർ 3:14 ആദ്യ വിശ്വാസം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട അന്നുള്ള വിശ്വാസം. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. കണ്ടോ എല്ലാവരും ആ വാക്യം? ആദ്യ വിശ്വാസം അവസാനത്തോളം. കണ്ടോ എത്ര പ്രാവശ്യം ഈ വാക്ക് അവസാനത്തോളം എന്നുള്ളത് എബ്രായ ലേഖനകർത്താവ് ഉപയോഗിച്ചിരിക്കുന്നത്? എബ്രായർ 6:11-12 എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വീണ്ടും ആ വാക്ക് അവസാനത്തോളം, അല്ലേ? അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. വിശ്വാസവും ദീർഘക്ഷമയും ചേർന്ന് പോകുന്നതാണ്. കണ്ടോ, ഈ തുടർമാനമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ അന്ത്യം വരെ കാത്തിരിക്കുന്നവരാണ്. കർത്താവ് രണ്ടാമത് വരുന്നവരെ, അല്ലെങ്കിൽ നമ്മുടെ അന്ത്യം വരെ നമ്മൾ അന്ത്യത്തോളം അവസാനത്തോളം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കേണ്ടവരാണ്. എബ്രായർ 10:23 മുതലുള്ള വാക്യങ്ങൾ. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. മുറുകെ പിടിച്ചുകൊള്ളുക. കണ്ടോ, അതൊക്കെ ആ വാക്കുകളൊക്കെ ശ്രദ്ധിച്ച് ചിന്തിക്കണം. അവസാനത്തോളം മുറുകെ പിടിച്ചുകൊള്ളുക. 10:35 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത. സഹിഷ്ണുത പറഞ്ഞാൽ സഹിക്കുവാനുള്ള ഒരു മനോഭാവം, അന്ത്യം വരെ സഹിക്കുക. സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എന്നാൽ ഇത് പഴയ നിയമത്തിലെ ഒരു വാക്യമാണ്. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോകുന്നവരാകരുത്. അങ്ങനെയുള്ളവരിൽ ദൈവം പ്രസാദിക്കുകയില്ല. അങ്ങനെയുള്ളവർ ജീവരക്ഷ പ്രാപിക്കുകയില്ല. അന്ത്യത്തോളം ദീർഘക്ഷമയോടെ സഹിഷ്ണുതയോടെ മുറുകെ പിടിച്ച് നിലനിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അങ്ങനെയുള്ളവരാണ് വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. അപ്പോൾ കണ്ടോ, ഈ വാക്യങ്ങളെല്ലാം പറയുന്ന ഒരേ കാര്യമാണ്. വിശ്വാസം ദൈനംദിന ജീവിതത്തിൽ തുടർമാനമായിട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കണം. അല്ലാതെ 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 4 വർഷം മുമ്പ് ഞാൻ സ്നാനപ്പെട്ട ദിവസം അല്ലല്ലല്ല. ഇന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇന്നലത്തേതും വിടാം, കഴിഞ്ഞ ആഴ്ചത്തേതും വിടാം, കഴിഞ്ഞ ഞായറാഴ്ചത്തേതും വിടാം. ഇപ്പോൾ യേശു ക്രിസ്തുവിൽ പൂർണ്ണ ആശ്രയം വെച്ചിട്ടുണ്ടോ? അതോ ജഡത്തിലും വേറെ പല കാര്യത്തിലൊക്കെയാണോ ആശ്രയം? അതുകൊണ്ടാണ് എബ്രായർ 12:1-2 പറഞ്ഞിരിക്കുന്നത്, നാം ഒരുപാട് ഇത്ര സാക്ഷികളുടെ വലിയ സമൂഹം, അതായത് നമുക്ക് മുന്നമേ പഴയ നിയമത്തിലൊക്കെ ഉണ്ടായിരുന്ന ഭക്തന്മാരുടെ വലിയ സമൂഹത്തെയാണ് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹമെന്ന് അവിടെ വിളിച്ചിരിക്കുന്നത്. നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മളൊരു ഓട്ട മത്സരത്തിലാണ്. ഓട്ട മത്സരത്തിലെ തുടക്കം ഈ വെടിവെക്കുമ്പോൾ ഓടിയാൽ മാത്രം മതിയോ? നിങ്ങളെല്ലാവരും ഓട്ട മത്സരം കണ്ടിട്ടില്ലേ? ഒരു വെടിവെക്കുമ്പോൾ എല്ലാവരും ഓടാൻ തുടങ്ങും, അല്ലേ? അങ്ങനെ ഓടാൻ തുടങ്ങിയ ആർക്കെങ്കിലും പ്രൈസ് കിട്ടുമോ? ഓട്ടം തുടങ്ങിയതിന് ആർക്കെങ്കിലും പ്രൈസ് കൊടുക്കുമോ? നിങ്ങളാരും ഓട്ട മത്സരം കണ്ടിട്ടില്ലേ? ഓട്ടം തുടങ്ങി എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പ്രൈസ് കൊടുക്കുമോ? ഇല്ല. ഓട്ടം അവസാനിപ്പിക്കുമ്പോഴാണ് ജയാളികളെ കണ്ടുപിടിക്കുന്നത്, അല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് ക്രിസ്തീയ ജീവിതം ഒരു ഓട്ടമാണ്, ഒരു മാരത്തോൺ ഓട്ടം പോലാണ്. അത് അന്ത്യം വരെയും നമ്മൾ എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. അതിനെന്ത് ചെയ്യണം? അടുത്ത വാക്യം എബ്രായർ 12:2 വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അവിടാണ് നമ്മൾ ശ്രദ്ധ വെച്ചിരിക്കേണ്ടത്. യേശുവിനെ നോക്കണം. അവൻ എങ്ങനെയായിരുന്നു? തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവനൊരു ഓട്ടം ഓടി തികച്ചിട്ടാണ് സ്വർഗത്തിലിരിക്കുന്നത്, അല്ലേ? അവൻ ഈ ക്രൂശിൻ്റെ പാത നടന്നപ്പോൾ ലോകം മുഴുവൻ അവനെ അപമാനിച്ചു. താണ്ടൊരുത്തം പോകുന്നു, അല്ലേ? നിങ്ങൾ സുവിശേഷമൊക്കെ വായിച്ചവരാണെന്ന് നിങ്ങൾക്കറിയാം. ക്രൂശിൽ കിടന്നപ്പോൾ കർത്താവിനെ ആളുകൾ വന്ന് പരിഹസിച്ചു. ഇവൻ വലിയ രക്ഷിതാവാന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ ആണ്ട് ക്രൂശിൽ കിടക്കുന്നു. അവനെ തന്നെ രക്ഷിക്കാൻ വയ്യ, ഇവൻ ആരെ രക്ഷിക്കുമെന്നായി പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവനെ
പരിഹസിച്ചു. പക്ഷെ അവനെ പരിഹസിച്ചപ്പോൾ അവൻ എന്ത് ചെയ്തു? അപമാനം അലക്ഷ്യമാക്കി. അതിനെ ശ്രദ്ധിച്ചില്ലെന്ന് ആ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യവന ഭാഷയല്ല, അല്ലെങ്കിൽ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിരിക്കുന്നത് അപമാനത്തെ അപമാനിച്ചു. അല്ലേ? അപമാനത്തെ അപമാനിച്ചു. നിന്റെ അപമാനമൊന്നും ഒന്നിനും കൊള്ളത്തില്ല, നിങ്ങളുടെ ഈ മാനദണ്ഡമൊക്കെ തെറ്റാ എന്ന് പറഞ്ഞ് അപമാനത്തെ അപമാനിച്ചു, അലക്ഷ്യമാക്കിയിട്ട് എന്ത് ചെയ്തു? അവൻ ക്രൂശിനെ സഹിച്ച് അവനത് പൂർത്തീകരിച്ചപ്പോൾ ദൈവം അവനെ ഉയർത്തി ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തി. ഇത് തന്നെയാണ് നമ്മളും നമ്മുടെ ഓട്ടത്തിൽ ചെയ്യേണ്ടത്. നമ്മൾ ക്രൂശെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ ക്രിസ്തീയ പാതയിൽ നടക്കുമ്പോൾ ആളുകളൊക്കെ വലുതൊക്കെ പറയും, അല്ലേ? ഈ ലോകം നമുക്ക് വിരോധമായിട്ട് വരും, നമുക്ക് അപമാനം സഹിക്കേണ്ടി വരും. അതിനെ എന്ത് ചെയ്യണം? അതിനെ കൊച്ചാക്കി കളയണം. എടാ പോടാ അവിടുന്ന്, ഈ ലോകത്തിൻ്റെ അപമാനമൊന്നും എനിക്കൊരു അപമാനമല്ല എന്ന് എണ്ണുവാൻ പഠിക്കണം. എന്നിട്ട് ക്രൂശ് സഹിച്ച് അന്ത്യത്തോളം നിൽക്കുകയാണ്. നിങ്ങൾക്കും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കർത്താവിനെ പോലെ പ്രതിഫലം കിട്ടും. അങ്ങനെ ഓട്ടം സ്ഥിരതയോടെ തുടർമാനമായി അന്ത്യം വരെ പോകുന്നതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒരു വാക്യം കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 15:2. നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ലെന്ന് വരികയിൽ, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചത് ശരിയോ തെറ്റോ എന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോസ്തലൻ്റെ കുറേ ഇനിയുള്ള 3 വാക്യങ്ങളും ഒരേ അപ്പോസ്തലൻ, പൗലോസ് അപ്പോസ്തലൻ എഴുതിയാണ്. ഈ അപ്പോസ്തലൻ എഴുതുമ്പം ഇങ്ങനെ ചില ഉപാധികളൊക്കെ വെച്ചിട്ടാണ് എഴുതുന്നത്. അല്ലാതെ നിങ്ങളൊക്കെ അങ്ങ് വിശ്വസിച്ചവരാണെന്നങ്ങ് പറയല്ല. നിങ്ങൾ വിശ്വസിച്ചത് ശരിയായിട്ടാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കണം. അത് നിങ്ങൾ തന്നെ ശോധന ചെയ്ത് പറ, നിങ്ങൾ ശരിയായിട്ടാണോ വിശ്വസിച്ചത്? നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടാൽ നിങ്ങളെ രക്ഷിക്കപ്പെടുത്തുന്നതുമായ സുവിശേഷം. കേട്ടോ? അപ്പോൾ ശരിയായിട്ട് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ സുവിശേഷത്തെ മുറുകെ പിടിക്കും. സുവിശേഷത്തെ മുറുകെ പിടിച്ച് അന്ത്യത്തോളം കാത്തു നിൽക്കുകയാണെങ്കിൽ ആ സുവിശേഷം നിങ്ങളെ രക്ഷിക്കും. അപ്പം മുറുകെ പിടിക്കുന്നില്ല, എപ്പോഴും ദൈവത്തിൽ ആശ്രയം വയ്ക്കുകയും യേശു ക്രിസ്തു പറയുന്നത് അനുസരിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ വൃഥാ വിശ്വസിച്ചു. അത് ശരിയായ വിശ്വാസമല്ല, അല്ലേ? അതാണ് ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പോസ്തലൻ സുവിശേഷിച്ച സുവിശേഷം അതാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന സുവിശേഷം, ഇന്ന് നമ്മൾ കേൾക്കുന്ന ഇന്ന് പോരെ യേശു ക്രിസ്തു വിശ്വസിച്ചോ രക്ഷ കിട്ടി എന്നല്ല അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. രക്ഷയിലേക്ക് നിങ്ങൾ കടന്നു വന്നു, ഇനി തുടർമാനമായിട്ട് വിശ്വസിച്ചാൽ അന്ത്യത്തോളം നിന്നാൽ യേശു നിങ്ങളെ രക്ഷിക്കുമെന്നായിരുന്നു അപ്പോസ്തലന്മാർ പ്രസംഗിച്ച സുവിശേഷം. ഒരു വാക്യം കൂടി നോക്കിയേ. റോമാലേഖനം 11:22. ആകയാൽ ദൈവത്തിൻ്റെ ദയയും കാഠിന്യവും കാണുക. ഒരു വശത്ത് വീണുപോയ യഹൂദരിൽ ദൈവത്തിൻ്റെ കാഠിന്യവും, മറുവശത്ത് നീ ദൈവത്തിൻ്റെ ദയയിൽ നിലനിന്നാൽ നിന്നിൽ അവൻ്റെ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. യഹൂദന്മാരോട് കർത്താവ് നീണ്ട നാൾ, പഴയ നിയമം എന്ന് പറയുന്ന നീണ്ട നാൾ വചനത്തിലൂടെ ദൈവം അവർക്ക് വേണ്ട എല്ലാ പ്രവചനങ്ങളൊക്കെ കൊടുത്തതിന് ശേഷമാണ് യേശു ക്രിസ്തു ഭൂമി വന്നത്. നിങ്ങൾക്ക് ഞാനൊരു രക്ഷകനെ അയക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ഞാനൊരു മിശിഹയെ അയക്കാൻ പോകുന്നു എന്നൊക്കെ നിരവധി പ്രവചനങ്ങൾ, 300 പ്രവചനങ്ങളുണ്ട് പഴയ നിയമത്തിൽ കർത്താവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച്. ഇതെല്ലാം കൊടുത്തേച്ച് വന്നപ്പോൾ അവരെന്തോ ചെയ്തു? യേശു ക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞു. യേശുക്രിസ്തുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് എന്ത് പറ്റി യഹൂദന്മാർക്ക്? 70 AD റോമ സാമ്രാജ്യം കടന്നു വന്ന് യെരുശലേം ചുട്ടുകളഞ്ഞു. അത് നിങ്ങൾക്കറിയാവോ? അങ്ങനെ ചുട്ടുകളഞ്ഞു. യേശുക്രിസ്തുവിനെ തിരസ്കരിച്ച യഹൂദന്മാർക്ക് കർത്താവിൻ്റെ കഠിനമായ നീതി കടന്നു വന്നു. അതാണ് ഇവിടെ അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദയയും കാഠിന്യവും ശ്രദ്ധിച്ചു നോക്കുക. ഒരു വശത്ത് വീണുപോയ യഹൂദരിൽ ദൈവത്തിൻ്റെ കാഠിന്യം. എന്നാൽ നമ്മളോ ജാതീയരായ നമുക്ക് ദൈവം ഇതിനു മുമ്പേ ഒരു പ്രവചനമൊന്നും തന്നില്ല. യഹൂദന്മാരോട് മാത്രമായിരുന്നു പഴയ നിയമകാലത്ത് ദൈവം ഇടപെട്ടുകൊണ്ടിരുന്നത്. നമുക്കൊരു വചനവും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ദൈവം ജാതീയരുടെ ഇടയിലോട്ട് തിരിഞ്ഞു, അല്ലേ? അപ്പോൾ എന്തു പറ്റി? മറുവശത്ത് നീ ദൈവത്തിൻ്റെ ദയയിൽ നിലനിന്നാൽ നിന്നിൽ അവൻ്റെ ദയയും. പക്ഷെ ആ പറഞ്ഞിരിക്കുന്നുണ്ട് ഒരു ഉപാധി വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഞാനായിരുന്നു എഴുതിയിരുന്നെങ്കിൽ ഒരു വശത്ത് വീണുപോയ യഹൂദന്മാരുള്ള ദൈവത്തിൻ്റെ കാഠിന്യതയും മറുവശത്ത് നമ്മുടെ മേലുള്ള ദയയും എന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. ഇങ്ങനെ അല്ല പറഞ്ഞിരിക്കുന്നത്. മറുവശത്ത് നീ ദയയിൽ നിലനിൽക്കുകയാണെങ്കിൽ നിനക്ക് ദയ കിട്ടും. കണ്ടോ? അവിടെ ഒരു കണ്ടീഷനുണ്ട്, ഒരു ഉപാധിയുണ്ട്. അല്ലെങ്കിൽ, നിലനിൽക്കുന്നില്ലെങ്കിൽ നീയും യഹൂദന്മാരെ പോലെ ഛേദിക്കപ്പെടും, വെട്ടിക്കളയും ദൈവം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ വാക്ക് ഇതൊന്നും സഭയിലാരും പറയാറില്ല. കാരണം ഈ സുവിശേഷം നമ്മൾ കേട്ടിട്ടുള്ളൂ.
ഒന്നും ചെയ്യേണ്ടത്, ഇങ്ങ് വിശ്വസിച്ചാൽ മതി, ഇങ്ങ് പോരെയെന്ന് അല്ല. വിശ്വസിച്ച് തുടർമാനമായിട്ട് അന്ത്യം വരെ കർത്താവിനെ അനുസരിക്കുകയാണെങ്കിൽ അവസാന രക്ഷയുള്ളൂ. ഇല്ലെങ്കിൽ ഈ സഭയ്ക്കകത്ത് ഇരിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷവും നരകത്തിൽ പോകും. അതാണ് സത്യാവസ്ഥ പ്രിയപ്പെട്ടവരെ. സഭയ്ക്കകത്ത് ഈ പ്രസംഗകന്മാർ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ഉറങ്ങുന്ന ക്രിസ്ത്യാനിക്ക് കുറച്ചുകൂടെ ഉറക്കം കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാതെ ഇവരെയൊക്കെ നരകത്തെക്കുറിച്ചുള്ള ശരിയായ വചനപ്രകാരമുള്ള എന്താ പറയുക മുന്നറിയിപ്പുകൾ കൊടുത്ത് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നില്ല പ്രസംഗകര്. അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ? യഹൂദന്മാരെ വെട്ടിക്കളയാൻ ദൈവത്തിന് ഒരു മടിയും തോന്നില്ല. സ്വന്തം ജനമായ യഹൂദന്മാരെ യേശുക്രിസ്തുവിനെ നിരാകരിച്ചപ്പോൾ വെട്ടിക്കളയാൻ ദൈവത്തിനൊരു മടിയും തോന്നില്ല. പിന്നാണ് നമ്മൾ, അല്ലെ, പുറം ജാതികളായ നമ്മൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ദയയിൽ നിലനിന്നാൽ. എങ്ങനെ നിലനിൽക്കുന്നേ? അതാണ് നേരത്തെ വായിച്ച വാക്യങ്ങൾ. അവസാനത്തോളം വിശ്വാസത്തിൽ നിലനിൽക്കണം. കൊലോസ്യ ലേഖനത്തിലെ അവസാനത്തെ വാക്യം. ഇവിടെയും ഉപാധികളിലാണ് അപ്പോസ്തലൻ സംസാരിക്കുന്നത്. അല്ലാതെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇനി എന്ത് തോന്നിവാസം ആയിക്കോ, നിങ്ങൾ യേശുക്രിസ്തുവിനെ ഏറ്റുപറഞ്ഞവരല്ലയോ, സ്നാനപ്പെട്ടവരല്ലയോ, ഒന്നും പേടിക്കേണ്ട, രക്ഷയൊന്നും നഷ്ടപ്പെടത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അവരൊന്നും ഈ വാക്യങ്ങളൊന്നും വായിച്ച് കേൾപ്പിക്കത്തില്ല. ഇതെല്ലാം ഉപാധികളിലാണ് അപ്പോസ്തലൻ പറയുന്നത്. ഓക്കെ, കൊലോസ്യർ 1:21, 22, 23 കടികട്ടി മലയാളമാണ്, ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മളെക്കുറിച്ചാണ് ആദ്യം. നമ്മൾ യേശു ക്രിസ്തുവിൽ കടന്നു വരുന്നതിന് മുമ്പ് എന്തായിരുന്നു? അതാണ് 21-ാമത്തെ വാക്യം. മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ. അതാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ. എന്തായിരുന്നു? മനസ്സുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ എന്ത് ചെയ്തു കർത്താവ്? അവൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ, അതായത് യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. ഇതല്ലേ സുവിശേഷം? നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ശത്രുക്കളായി ഇരിക്കുകയായിരുന്നു. യേശു തന്നെ കടന്നു വന്ന് തൻ്റെ ശരീരം ചീന്തി നിരപ്പ്, ദൈവവും നമ്മളും ഒന്നിച്ചു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ വേണ്ടി. ഇനി ശ്രദ്ധിച്ച് 23-ാമത്തെ വാക്യം കേൾക്കുക. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപിൽ നിൽക്കും. ഒന്നുകൂടെ വായിക്കാം. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവൻ്റെ മുൻപിൽ നിൽക്കും. സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ അടിസ്ഥാനമുള്ളവരായി സ്ഥിരതയുള്ളവരായി അന്ത്യത്തോളം നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ കർത്താവിൻ്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിൽക്കും. അപ്പോൾ കണ്ടോ, നമ്മൾ ഈ വായിച്ച 3 വാക്യങ്ങൾ, 1 കൊരിന്ത്യർ അതിൻ്റെ 15:2, റോമർ 11:22, കൊലോസ്യർ 1:21 മുതൽ 23, ഈ അവസാനം വായിച്ച 3 വാക്യങ്ങളിലെല്ലാം അപ്പോസ്തലനായ പൗലോസ് ഒരു ഉപാധി വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ? 1 കൊരിന്ത്യർ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ചത് വൃഥാവല്ലെങ്കിൽ, നിങ്ങൾ സുവിശേഷത്തെ മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. അല്ലേ? റോമർ 11 കണ്ടു, നിങ്ങൾ അവൻ്റെ ദയയിൽ നിലനിൽക്കുമെങ്കിൽ അവൻ്റെ ദയ നിങ്ങളിൽ ഇരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഛേദിക്കപ്പെടും. കൊലോസ്യർ 1:23 പറഞ്ഞിരിക്കുക, നിങ്ങൾ സുവിശേഷത്തിൻ്റെ പ്രത്യാശയിൽ അടിസ്ഥാനമിട്ട് ഉറച്ചു നിൽക്കുമെങ്കിൽ നിങ്ങൾ അതുപോലെ നിൽക്കും. അപ്പോൾ കണ്ടോ, വിശ്വാസത്തിനൊരു തുടർമാനമായ ഒരു ലക്ഷണമുണ്ട്. അല്ലാതെ എന്നോ ഒരു ദിവസം രക്ഷിക്കപ്പെട്ടു, ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ന് ഞാൻ പലപ്പോഴൊക്കെ സഭയിൽ വരും, തോന്നി പോലൊക്കെ ജീവിക്കും, അങ്ങനെയുള്ളവര് കർത്താവിൻ്റെ 2ാം വരവിൽ ഞെട്ടിപ്പോവും. അയ്യോ, ഞാൻ വലിയ സഭാവിശ്വാസിയാണല്ലോ, വിശ്വസിച്ച് ഇല്ല, പോടാ നരകത്തിൽ പോകുമെന്ന് പറയും. അങ്ങനത്തെ ഒരുപാട് വാക്യങ്ങൾ എല്ലാം കൂടെ വായിച്ച് നിങ്ങൾ ഇന്ന് രാത്രി ഉറങ്ങാതിരിക്കാൻ ഞാൻ തരുന്നില്ല. അല്ലേ? അപ്പോൾ കണ്ടോ, ശരിയായ വിശ്വാസം, ബൈബിൾ പഠിപ്പിക്കുന്ന വിശ്വാസത്തിന് ഈ 4 സവിശേഷതകളുണ്ട്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. വ്യക്തിപരമായിരിക്കണം, എനിക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ടായിട്ടുള്ള വിശ്വാസമായിരിക്കണം. അല്ലാതെ ചുമ്മാ ബുദ്ധിയിൽ കുറേ അറിവ് പ്രാപിക്കുന്നതിനെ അല്ല വിശ്വാസം എന്ന് പറയുന്നത്. ചുമ്മാ തലയാട്ടുന്നതല്ല വിശ്വാസം. വസ്തുതകളിൽ അധിഷ്ഠിതമാണ്, സങ്കല്പമല്ല,
ചരിത്ര സംഭവങ്ങളിൽ ആധാരമാണ് നമ്മുടെ വിശ്വാസം, അന്ധവിശ്വാസമല്ല. മൂന്നാമത്തേത് പ്രായോഗിക ജീവിതത്തിൽ പ്രവൃത്തികൾ കാണണം. നിങ്ങൾ വീട്ടിലെ നിങ്ങളുടെ ജീവിതം, അവിടെ വിശ്വാസം മാറ്റം വരുത്തണം. ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ കാണണം. സ്നേഹം, വിശുദ്ധി, താഴ്മ, ഇതൊക്കെ സംഭവിക്കണം. നാവ്, നിങ്ങളുടെ സംസാരം ഒക്കെ മാറുന്നുണ്ടോ വിശ്വാസം നിമിത്തം? മാത്രമല്ല തുടർമാനമായ വിശ്വാസമാകണം, അല്ലെങ്കിൽ ആ വിശ്വാസം വ്യർത്ഥമായ വിശ്വാസമാണ്. അന്ത്യത്തോളം, നമ്മളൊരു ഓട്ടം തുടങ്ങിയതേ ഉള്ളൂ രക്ഷിക്കപ്പെടുമ്പോൾ, ആ ഓട്ടത്തിൻ്റെ അന്ത്യം വരെയും ഞാൻ കർത്താവിനോട് വിശ്വസ്തതയും നീതിയും പുലർത്തി അന്ത്യം വരെ പിടിച്ചു നിൽക്കണം. അപ്പോഴേ എന്ത് പറയാൻ പറ്റത്തുള്ളൂ? രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ രക്ഷ കടന്നു വരത്തുള്ളൂ. അപ്പോൾ ഈ 4 സവിശേഷതകളാണ് നിർവ്യാജ വിശ്വാസത്തിൻ്റേത്. അപ്പോൾ ഇത് നമ്മൾ ധ്യാനിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ 4 സവിശേഷതകളൊക്കെ കാണുന്നുണ്ടോ? എനിക്ക് വ്യക്തിപരമായ വിശ്വാസമുണ്ടോ? എൻ്റെ വിശ്വാസം വസ്തുനിഷ്ഠമാണോ അതോ അന്ധവിശ്വാസമാണോ? എൻ്റെ വിശ്വാസം പ്രവൃത്തികൾ ഉളവാക്കുന്നുണ്ടോ? എൻ്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നുണ്ടോ? എൻ്റെ വിശ്വാസത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു സ്ഥിരതയുണ്ടോ? ഒരു സഹിഷ്ണുതയുണ്ടോ? അത് തുടർമാനമായ ഒരു സ്വഭാവമുള്ള വിശ്വാസമാണോ? അതോ വല്ലപ്പോഴും ഒക്കെ ദൈവത്തെ വിശ്വസിക്കും, എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഞാൻ വിശ്വസിക്കും? അതല്ല, എല്ലാ ദിവസവും ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞതുപോലെ എല്ലാ ദിവസവും ഞാൻ ദൈവത്തിൽ വിശ്വസിക്കണം. അങ്ങനെ അന്ത്യത്തോളം പിടിച്ചു നിൽക്കുന്നവർക്കാണ് രണ്ടാമതായിട്ട് കർത്താവ് മടങ്ങി വരുമ്പോൾ രക്ഷ ലഭിക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ പിന്മാറ്റത്തിൽ പോകാതിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു നിമിഷം മൗനമായിരുന്ന് ഇതൊന്ന് ധ്യാനിക്കാം, എന്നിട്ട് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു, എങ്കിലും ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും പരിശുദ്ധാത്മാവ് നിങ്ങളോട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഒരു പാപബോധമോ ഒരു രൂപാന്തരം ഉളവാകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു വിഷയം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നു. ആ വിഷയം നിങ്ങൾ മൗനമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് അത് ഏറ്റുപറയുകയും അവിടെ രൂപാന്തരം കടന്നു വരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. അങ്ങനെയാണ് വചനത്തോട് പ്രതികരിക്കേണ്ടത്. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഈ കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. ശരിയായ വിശ്വാസത്തിൻ്റെ സവിശേഷതകൾ വചനത്തിൽ നിന്ന് തന്നെ കർത്താവെ ഞങ്ങൾ കണ്ടു. വ്യക്തിപരമായ വിശ്വാസം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണമേ കർത്താവെ. ചുമ്മാ വചനം പഠിച്ച് വെറുതെ അറിവിലുള്ള വിശ്വാസത്തെക്കാൾ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിലുള്ള ആശ്രയവും ഉറപ്പും ഞങ്ങൾക്ക് ഏവർക്കും നീ പകർന്നു നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിശ്വാസം വസ്തുനിഷ്ഠമാണെന്ന് ഞങ്ങൾ കണ്ടു. ചരിത്രത്തിൽ നീ സംസാരിച്ചതും പ്രവർത്തിച്ചതിലുമുള്ള വിശ്വാസം, അല്ലാതെ അന്ധവിശ്വാസമല്ല കർത്താവെ. ഞങ്ങൾക്കെല്ലാം അന്ധവിശ്വാസം നല്ലപോലെ ഉണ്ട് കർത്താവെ, അത് നീക്കിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വസ്തുനിഷ്ഠമായ കാര്യങ്ങളിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നീ പകർന്നു നൽകണമേ. അന്ധമായതിൽ ഞങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാകരുത്. വാസ്തവമായിട്ട് നീ പറഞ്ഞിരിക്കുന്നതും പ്രവർത്തിച്ചിരിക്കുന്നതുമായ കാര്യങ്ങളിലുള്ള വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. അതുപോലെ കർത്താവെ, പ്രായോഗിക ജീവിതത്തിൽ പ്രവൃത്തികൾ ഉളവാക്കുന്ന വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. യോഗത്തിന് വന്ന് തലയാട്ടി വീട്ടിൽ പോയിട്ട് പഴയ സ്വഭാവത്തിൽ ജീവിക്കുന്ന അനുസരണക്കേടിൻ്റെ ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് വേണ്ട കർത്താവ്. ഞങ്ങളുടെ ജീവിതത്തിൽ രൂപാന്തരം ഉളവാക്കുന്ന, ക്രിസ്തുവിൻ്റെ സ്വഭാവം ഉളവാക്കുന്ന വിശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹവും താഴ്മയും വിശുദ്ധിയും ഉളവാക്കുന്ന എൻ്റെ സംസാരവും സ്വഭാവത്തെയും രൂപാന്തരപ്പെടുത്തി എൻ്റെ പ്രായോഗിക തലത്തിൽ എൻ്റെ ജീവിതത്തിൽ അവിശ്വാസികൾക്ക് പോലും കാണുവാൻ പറ്റുന്ന രൂപാന്തരം ഉളവാക്കുന്ന വിശ്വാസം, ജീവനുള്ള വിശ്വാസം ഞങ്ങൾക്ക് ഏവർക്കും പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, അന്ത്യത്തോളം പിടിച്ചു നിൽക്കുവാൻ, മുറുകെ പിടിച്ച് കർത്താവെ സഹിഷ്ണുതയോടെ ദീർഘക്ഷമയോടെ അന്ത്യത്തോളം നിന്റെ ദയയിലും പ്രത്യാശയിലും നിലനിൽക്കുവാൻ, എല്ലാ ദിവസവും തുടർമാനമായി വിശ്വസിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ ഒരു ഭയം ഞങ്ങളിൽ കടന്നു വരണമേ. ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ അന്ത്യം വളരെ വിപത്തായിരിക്കുമെന്ന് വചനം ഞങ്ങളോട് മുന്നറിയിക്കുമ്പോൾ കർത്താവെ, ആ മുന്നറിയിപ്പ് വളരെ ഭയഭക്തിയോടെ ഏറ്റെടുത്ത് ദൈവഭയത്തിൽ തുടർമാനമായ വിശ്വാസം കാഴ്ചവെക്കുവാൻ ഞങ്ങളേവരെയും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് കടന്നു വന്ന സകലരെയും നിന്റെ കരത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ കർത്താവെ നീ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അനുഗ്രഹിക്കണം. ഈ ദേശത്തെ നീ അനുഗ്രഹിക്കണമേ. നിർവ്യാജ വിശ്വാസം ഞങ്ങളിലും അനേകർക്കും ഈ ദേശത്ത് കർത്താവ് നീ പകർന്നു കൊടുത്ത് കർത്താവ് നിന്റെ നാമമഹത്വത്തിനായിട്ട് ഈ വേലയെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല മാനവും മഹത്വവും നിനക്ക് തന്നെ കരയേറ്റുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ പിതാവേ. ആമേൻ, ആമേൻ.